ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. നമ്മളിന്ന് അടിപൊളി ഒരു ദം കബാബ് ബിരിയാണിയാണ് ചെയ്യാൻ പോണത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് നമ്മുടെ മൺചട്ടിയിലാണ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണ അതിൻ്റെ വിശദ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. അതിന് കുറച്ച് ജാറിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു തവ വെച്ചിട്ട് കുറച്ച് ലേശ എണ്ണ ഒഴിച്ചിട്ട് കാശ്മീരി മുളക് നമുക്കൊന്ന് വറുത്തെടുക്കാം. മുളക് വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് നമ്മൾ ജീരകം, പിന്നെ പെരിഞ്ജീരകം, ഏലക്ക, കറുവപ്പട്ട, ബേ ലീഫ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഇനി ഇതെല്ലാം മുളകും കൂടെ കൂട്ടിയിട്ട് നമുക്കിത് ജാറിലിട്ട് അരച്ചെടുക്കണം നമുക്ക്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം, മഞ്ഞൾപ്പൊടി എത്രയായിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഒരു 3/4 കിലോ ഇറച്ചി കഴുകിയെടുത്ത് ചിക്കൻ നമ്മൾ അരച്ച മസാല ഈ ഇറച്ചിയിലേക്ക് ചേർക്കുവാണ്. കുറച്ച് വെളുത്തുള്ളി മുഴുവനോടെ അതുപോലെ ഇടുവാണ്. അരിഞ്ഞ ഉള്ളി, പിന്നെ ഒരു തക്കാളി അതും കൂടെ നന്നായിട്ട് അരിഞ്ഞത്, ഇനി കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് തൈര്. ഇത്ര സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. എന്നിട്ട് കുറച്ച് മാരിനേഷൻ ആവട്ടെ. ഇനി ചട്ടിക്കകത്ത് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇത്ര സാധനം ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമ്മൾ അപ്പോൾ മാരിനേഷൻ ചെയ്ത് വെച്ച ഇറച്ചി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് വേകട്ടെ. ഇനി വേറൊരു സൈഡിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഇത് ചോറ് വേവിക്കാനാണ്. ഇതിനകത്തേക്ക് നമ്മൾ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ച അരി നമുക്ക് ഒരു 3/4 ഭാഗം വേവാൻ വേണ്ടിയിട്ട് നമുക്കത് റെഡിയാക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ. ഇനി നമ്മളൊരു തവയിൽ ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഇപ്പുറത്ത് ഇറച്ചി വെന്ത് സെറ്റായിട്ടുണ്ട്. ഇത് കുറച്ച് വേറൊരു 1/2 കിലോ ഇറച്ചി നമ്മൾ കഴുകി മാറ്റി വെച്ചത് കബാബിന് വേണ്ടിയാണ്. അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് ഇഞ്ചി ചതച്ചത്, അതുപോലെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. ഇത് കബാബ് പൗഡറാണ്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇത് ബ്രെഡ് ക്രംസ് ആണ്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഇനി നമ്മളത് എണ്ണ ചൂടായിട്ട് നമുക്ക് കബാബ് ആക്കി എടുക്കാം. എടുത്ത് മാറ്റി വെക്കണം. ഇത് കബാബ്. ഇത് കുറച്ച് ഗോതമ്പ് മാവാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് മൂടി വെക്കാനുള്ളതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നല്ല വട്ടം ഇതുപോലെ ആക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ചട്ടിയിൽ ഇറച്ചി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച ചോറിനെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അടിയിൽ ഒരു ലെയർ ഇറച്ചിയുണ്ട്. അപ്പം ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇറച്ചിയും കൂടെ ഇതിൻ്റെ മുകളിൽ നടുക്ക് ഒരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നടുക്ക്. ഇനി ഇതിൻ്റെ ചുറ്റിനും നമ്മൾ റെഡിയാക്കി വെച്ച കബാബ് നിരത്തി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളി റോസ്റ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പുതിന ഇലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ച ഈ മാവിനെ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ദമ്മിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ല ഉണങ്ങി വരുമ്പോഴാണ് നമ്മളിത് നന്നായിട്ട് വേവുന്നത്. അപ്പം ഇതിൻ്റെ വെന്തിട്ട് വിളമ്പുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക വീട്ടിൽ. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്തവരെയും എല്ലാവർക്കും ബൈ ബൈ.